വിശ്വാസികളെ, മതമില്ല ഇന്ത്യൻ സിറ്റിസൺ ആദ്യം വിളിക്കുന്നൊരു കാര്യമുണ്ട്. സ്വാമിയേ അയ്യപ്പ, പുണ്യാളാ, പഠിച്ചോനെ കാത്തോളനെ. എനിക്ക് കേട്ടോ, ഓ ശക്തി തന്നെ. പല ആളുകളും വിളിക്കാറുണ്ട് അദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ ഇരട്ടച്ചങ്ക് പ്രകടമായത് എപ്പോഴാണെന്നറിയുമോ? ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കെതിരെ RSSന്റെ തിട്ടൂരങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിനെതിരെ നീണ്ടുവന്നപ്പോൾ എന്റെ കേരളത്തിൽ അത് നടപ്പാക്കാൻ പിണറായി വിജയൻ ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് പോലും തരത്തിലൊരു പ്രസ്താവന ഇറക്കുക മാത്രമല്ല, പല ആവർത്തി ഈ രാജ്യത്തെന്നല്ല ഡൽഹിയിൽ പോലും പോയിട്ട് അദ്ദേഹം തന്റെ ആദർശം ഉറക്കെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ പാർട്ടിയോട് എനിക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല. പിന്നെന്താണ് മുഖ്യമന്ത്രി നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, എന്റെയും മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ റോൾ അദ്ദേഹം പരിപൂർണമായി നിർവഹിച്ചു. മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അത് കഴിഞ്ഞിട്ടാ സ്വാമിയേ അയ്യപ്പ, സ്വാമിയേ അയ്യപ്പ. സിംഗത്തിന്റെ അപ്പടിയും തൊപ്പിയെല്ലാം വെച്ചിട്ട് ഈ ചങ്ങായി പറഞ്ഞ വാക്ക് കണ്ട. RSSനെ തോപ്പിക്കാൻ സ്വാമി അയ്യപ്പനെ വിളിക്കുന്ന ഇന്ത്യൻ സിറ്റീസിനെ കഴിയൂ, ഇവർക്ക് കഴിയൂല. ഇതെല്ലാം ലഡാക്കും മണിപ്പൂറും കാത്തിയമർന്നിട്ട് മലയാളികൾക്ക് അടങ്ങാറായിട്ടും ഈ ആളൊന്നും ഒന്നും ചെയ്തിട്ടില്ല ചങ്ങായി. വയനാട് പ്രകൃതി പഠിച്ചോനെ വിളിക്കുന്നത് അല്ല പ്രകൃതിയിൽ 3 എല്ലാവരെയും കൊണ്ടുപോയിന്, പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയിട്ടില്ല. വയനാട്ടിൽ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ എല്ലാ കൗമിനും യുക്തിവാദിനും എല്ലാ കൗമും പോയിനി. ആ കൗമിനെല്ലാം കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ട് 75,000 എഴുതിയെടുത്ത ആൾക്കാരാണ്. എല്ലാവർക്കും 75,000. നമ്മളെ പള്ളിയിൽ 6,500 ഇനി ദയിപ്പിക്കുന്നിടത്ത് ചിലയിടത്ത് ഫ്രീ ആണ്, ചിലയിടത്ത് പൈസയാണ്. ഇനി വെള്ളത്തിൽ കൊണ്ടുപോയിട്ടത് എന്താ കണക്കെന്നറിയില്ല. അത് മറ്റേ തോണിക്കൊണ്ട് പോകുമ്പോൾ ബില്ലാതനെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ കിട്ടുന്നല്ല പറഞ്ഞേ. അങ്ങനെ എന്തെല്ലോ ഉണ്ടിപ്പാ. പിന്നെ ഏതൊരു സിനിമ ഇറങ്ങിയിട്ടില്ലേ, പണിക്കാരനെ കൊണ്ടുപോയിട്ട് ഏതോ നാട്ടിലെ ദുബൈക്കാർ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ തള്ളീനെന്ന്. ഇങ്ങനെ എന്തെല്ലോ സിനിമ ഇറങ്ങിയിട്ട് ഇങ്ങാരൊന്നും പഠിച്ചിട്ടില്ലേ? ഇങ്ങൊരു സിനിമ ആണ്, കിതാബൊന്നും ഓതല്ല മതി. ഈ ഓതിയിട്ട് ആകെ പ്രാന്തായല്ല. ആകെ ഒരു കിതാബേ ഇറങ്ങിയിട്ടില്ല. ആ കിതാബിൻ്റെ അനാക്കിൻ്റെ അവലും കഞ്ഞി. പോ നല്ലൊരു ദിവസം.